സൈബർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന രാജ്യവ്യാപകമായിട്ടുള്ള 28,200 മൊബൈൽ ഹാൻഡ്സെറ്റുകൾ ബ്ലോക്ക് ചെയ്യാൻ ടെലികോം സേവനദാതാക്കളോട് കേന്ദ്ര സർക്കാർ നിർദ്ദേശം. ഈ ഹാൻഡ്സെറ്റുകളുമായി ബന്ധപ്പെട്ട 20 ലക്ഷം മൊബൈൽ കണക്ഷനുകൾ അടിയന്തരമായി റീവെരിഫിക്കേഷൻ നടത്താനും റീവെരിഫിക്കേഷൻ പരാജയപ്പെടുന്നവ വിച്ഛേദിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതോടെ 28,000-ൽ പരം മൊബൈൽ ഫോണുകൾ ബ്ലോക്ക് ചെയ്യാനും 20 ലക്ഷത്തിലധികം കണക്ഷനുകൾ പുനഃപരിശോധിക്കാനുമാണ് ടെലികോം കമ്പനികൾക്ക് കേന്ദ്രത്തിന്റെ നിർദ്ദേശം വന്നിരിക്കുന്നത്. റിലയൻസ് ജിയോ, ഭാരതി എയർടെൽ, വോഡഫോൺ ഐഡിയ തുടങ്ങിയ കമ്പനികൾക്കാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികോമിന്റെ നിർദ്ദേശം. സൈബർ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്ന് അറിയുന്നു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും സംസ്ഥാന പോലീസും ഇക്കാര്യത്തിൽ ഡിഒടിക്ക് ഒപ്പം സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെ യോജിച്ച് പ്രവർത്തിക്കുന്നുണ്ട് എന്നും ഔദ്യോഗിക കുറിപ്പിൽ വ്യക്തമാക്കുന്നു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും സംസ്ഥാന പോലീസും നടത്തിയ അന്വേഷണത്തിൽ 28,200 ഹാൻഡ്സെറ്റുകൾ സൈബർ കുറ്റകൃത്യങ്ങളിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളതായിട്ടാണ് വിവരം. ഈ ഹാൻഡ്സെറ്റുകളിലായി 20 ലക്ഷം നമ്പറുകൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നും കണ്ടെത്തി. മാർച്ചിൽ ഡിഒടി ചക്ഷു പോർട്ടൽ പുറത്തിറക്കിയിരുന്നു. ടെലികോം സംബന്ധിച്ചുള്ള പരാതികൾ ഈ പോർട്ടൽ വഴി അറിയിക്കാവുന്നതാണ്. അന്നു മുതൽ 52 കമ്പനികളെ വ്യാജ ഫിഷിംഗ് SMS-കൾ അയച്ചതിന്റെ പേരിൽ കരിമ്പട്ടികയിൽപ്പെടുത്തിയിരുന്നു. ഇത്രയും നാളിനിടയിൽ രാജ്യത്താകമാനം 348 മൊബൈൽ ഹാൻഡ്സെറ്റുകളും ബ്ലോക്ക് ചെയ്തു. 10,834 നമ്പറുകൾ പുനഃപരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടെന്ന് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. 1.58 ലക്ഷം IMEI-കൾ ഡിഒടി ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഏപ്രിൽ 30 വരെ 1.66 കോടി മൊബൈൽ കണക്ഷനുകളാണ് ഡിഒടി റദ്ദാക്കിയിരിക്കുന്നത്. ഇതിൽ 30.14 ലക്ഷം റദ്ദാക്കിയത് ആളുകളുടെ പരാതി മൂലവും 53.78 ലക്ഷം റദ്ദാക്കിയത് അനുവദനീയമായതിലും അധികം സിം കാർഡുകൾ ഒരേ അക്കൗണ്ടിൽ എടുത്തതും മൂലമാണ് എന്ന് ഔദ്യോഗിക അറിയിപ്പിൽ പറയുന്നു. സൈബർ കുറ്റകൃത്യങ്ങളിലും സാമ്പത്തിക തട്ടിപ്പുകളിലും ടെലികോം വിഭവങ്ങളുടെ ദുരുപയോഗം നടക്കുന്നുണ്ട്. ഇത് തടയാൻ ടെലികമ്മ്യൂണിക്കേഷൻസ് വകുപ്പ്, ആഭ്യന്തര മന്ത്രാലയം, സംസ്ഥാന പോലീസ് എന്നിവ സഹകരിച്ച് തട്ടിപ്പുകാരുടെ ശൃംഖലകളെ തകർക്കാനും ഡിജിറ്റൽ ഭീഷണികളിൽ നിന്ന് പൗരന്മാരെ സംരക്ഷിക്കാനും കൂട്ടായ ശ്രമം ലക്ഷ്യമിടുന്നു. പൊതുസുരക്ഷയ്ക്കും ടെലികമ്മ്യൂണിക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചറിന്റെ സമഗ്രത സംരക്ഷിക്കുന്നതിനും സുരക്ഷിതമായ ഡിജിറ്റൽ അന്തരീക്ഷം ഉറപ്പാക്കുന്നതിനുമുള്ള പങ്കാളിത്ത പ്രതിബദ്ധതയാണ് ഈ ഏകീകൃത സമീപനം കാണിക്കുന്നത്. പങ്കാളികൾ തമ്മിലുള്ള ഏകോപനം വർദ്ധിപ്പിക്കുന്നതിനായി സർക്കാർ അടുത്തിടെ ഡിജിറ്റൽ ഇന്റലിജൻസ് പ്ലാറ്റ്ഫോം അവതരിപ്പിച്ചു. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻസ് വികസിപ്പിച്ചെടുത്തത് തത്സമയ ഇന്റലിജൻസ് പങ്കിടൽ, വിവര കൈമാറ്റം, വിവിധ പങ്കാളികൾ തമ്മിലുള്ള ഏകോപനം എന്നിവയ്ക്കുള്ള സുരക്ഷിതവും സംയോജിതവുമായ പ്ലാറ്റ്ഫോമായി DIP പ്രവർത്തിക്കുന്നു. ടെലികോം കമ്പനികൾ, നിയമനിർവഹണ ഏജൻസികൾ, ബാങ്കുകൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, തിരിച്ചറിയൽ രേഖകൾ നൽകുന്ന അധികാരികൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. സുരക്ഷിതമായ കണക്ടിവിറ്റി വഴി അംഗീകൃത പങ്കാളികൾക്ക് മാത്രം ആക്സസ് ചെയ്യാനാകും. DIP അവരുടെ റോളുകളെ അടിസ്ഥാനമാക്കി പ്രസക്തമായ വിവരങ്ങൾ പങ്കിടുന്നു. ഈ പ്ലാറ്റ്ഫോം പൗരന്മാർക്ക് ആക്സസ് ചെയ്യാനാകില്ല എന്നതും ശ്രദ്ധേയം. കുറ്റവാളികൾക്കെതിരെ നടപടിയെടുക്കുന്നതിനുള്ള മികച്ച ചുവടുവയ്പ്പാണ് സർക്കാരിന്റെ പുതിയ തീരുമാനം. എന്നാലും രാജ്യത്ത് സൈബർ കുറ്റവാളികൾക്കെതിരെ കർശനമായ നിയമങ്ങൾ കൂടി ആവശ്യമാണ്. നിലവിൽ സൈബർ കുറ്റവാളികൾ എപ്പോഴും എളുപ്പത്തിൽ ജാമ്യം നേടുന്നു എന്നതും ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം തെളിവുകൾ മായ്ക്കാമെന്നതും സാഹചര്യമുണ്ട്. ഇത് നിയമപാലകർക്ക് വെല്ലുവിളി ഉയർത്തുന്നു. നിയമനിർമ്മാണത്തിൽ വർദ്ധിച്ച കർക്കശത ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഗണ്യമായ കുറവുണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, കർമാ ന്യൂസ്.